വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി ദുഃഖവെള്ളി ആഘോഷത്തിന് ഫെബ്രുവരി 16-ന് തുടക്കമാകും. ദുഃഖവെള്ളി വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും കുരിശിന്റെ വഴി നടക്കും. ദുഃഖവെള്ളിയിൽ യേശുവിന്റെയും മാതാവിന്റെയും വേഷമണിഞ്ഞ വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കും. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 33-ാം ദുഃഖവെള്ളി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ വയനാട് 2024 വെള്ളിയാഴ്ച രാവിലെ 9:15-ന് ഫാദർ സിബി പുളിക്കൽ CMA വചന സന്ദേശം നൽകും. തുടർന്ന് സെമിനാരി വിദ്യാർത്ഥികൾ നയിക്കുന്ന കുരിശിന്റെ വഴി 2:30-ന് മൗണ്ട് സിനായ് ലഹരിയിൽ എത്തിച്ചേരും. തുടർന്ന് ദിവ്യബലിയും നേർച്ചഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ്. ദുഃഖവെള്ളിയാഴ്ചയായ മാർച്ച് 29 വരെ എല്ലാ വെള്ളിയാഴ്ചയും കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനയും വചന സന്ദേശവും ദിവ്യബലിയും ഉണ്ടാകുമെന്ന് സംഘാടകരായ ഫാദർ തോമസ് തുണ്ടത്തിൽ, ജോസഫ് അഗസ്റ്റിൻ കീപ്പുറം എന്നിവർ അറിയിച്ചു. 16-ന് ഫാദർ സിബി പുളിക്കലും 23-ന് ഫാദർ അനൂപ് മാവറയും, മാർച്ച് 1-ന് ഫാദർ ജോസി താമരശ്ശേരിയും, മാർച്ച് 8-ന് ഫാദർ അൻവിൻ മണ്ണൂരും, മാർച്ച് 15-ന് ഫാദർ തോമസ് കുറ്റിയാനിയിലും, മാർച്ച് 22-ന് ഫാദർ അലോഷ്യസ് കുളങ്ങരയും, 29-ന് ഫാദർ മാത്യു മണിയമ്പ്രായും സന്ദേശം നൽകും. തുടർന്ന് കുരിശിന്റെ വഴി നടക്കും. ചാലക്കുടി ഡിവൈൻ റിട്രീറ്റ് സെന്ററിലെ ഫാദർ VC മാത്യു നായ്ക്കാമ്പറമ്പിൽ സമാപന സന്ദേശം നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. 22/3/2024 വെള്ളിയാഴ്ച രാവിലെ 9:15-ന് ഫാദർ അലോഷ്യസ് കുളങ്ങര പള്ളിക്കുന്ന് വചന സന്ദേശം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.